നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ വൈകാരികവും എന്നാൽ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ സ്വന്തം മലയാള ഭാഷയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം. ആധുനിക കവിത്രയത്തിൽപ്പെട്ട മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ എന്റെ ഭാഷ എന്ന അതിമനോഹരമായ കവിതയുടെ പൊരുളിലേക്കാണ് നാം ഇന്ന് സഞ്ചരിക്കുന്നത്. ആഴത്തിലുള്ള ഈ വരികളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നേരെ ആ വരികളിലേക്ക് തന്നെ നമുക്ക് കടക്കാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ താൻ ഭാഷതാൻ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര ശക്തമായൊരു രൂപകമാണിത്. മഹാകവി വള്ളത്തോൾ എത്ര മനോഹരമായാണ് മാതൃഭാഷയെ സ്വന്തം അമ്മയോടും മറ്റു ഭാഷകളെ പോറ്റമ്മമാരോടും ഉപമിച്ചിരിക്കുന്നത്. ഈ ഒറ്റ വരിയിലൂടെ തന്നെ ഭാഷയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം കവി വരച്ചു കാട്ടുന്നുണ്ട്. മാതൃഭാഷ എന്നത് നമ്മൾ വെറുതെ ആശയവിനിമയത്തിനുപയോഗിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് നമ്മുടെ അസ്തിത്വത്തിന്റെ തന്നെ ഭാഗമാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞ് സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായി ഉച്ചരിക്കുന്ന വാക്ക് അമ്മ എന്നാണല്ലേ. അമ്മയുടെ മുലപ്പാൽ കുടിക്കുമ്പോഴാണ് ആ കുഞ്ഞിന് പൂർണ്ണവും സ്വാഭാവികവുമായ വളർച്ചയുണ്ടാകുന്നത്. മാതൃഭാഷയുടെ കാര്യവും കൃത്യമായി ഇതുപോലെ തന്നെയാണ് കേട്ടോ. സ്വന്തം ഭാഷയിലൂടെ അറിവുകൾ നുകരുമ്പോൾ മാത്രമേ നമ്മുടെ മാനസികവും ബൗദ്ധികവുമായ വളർച്ച അതിന്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ. അപ്പോൾ ഈ അമ്മയും പോറ്റമ്മയും തമ്മിലുള്ള വ്യത്യാസം കവി എങ്ങനെയാണ് കാണിച്ചു തരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, ധാത്രി. പഠനക്കുറിപ്പുകളിൽ കൃത്യമായി പറയുന്നുണ്ട്, ധാത്രി എന്നാൽ പോറ്റമ്മ എന്നാണ് അർത്ഥം. അന്യഭാഷകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പോറ്റമ്മയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നാണ് കവി നിരീക്ഷിക്കുന്നത്. വിദേശഭാഷകളൊക്കെ പഠിക്കുന്നത് നല്ലതു തന്നെ, ഒരുപക്ഷേ ഇന്നത്തെ കാലത്ത് അത്യാവശ്യവുമായിരിക്കാം. പക്ഷേ നമ്മെ പ്രസവിച്ച സ്വന്തം അമ്മയ്ക്ക് പകരമാകാൻ ഒരിക്കലും ഒരു പോറ്റമ്മയ്ക്ക് കഴിയില്ലല്ലോ. ആ ഒരു വൈകാരിക ഭാരം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈയൊരു താരതമ്യം എത്ര ഗംഭീരമാണെന്ന് നോക്കിക്കേ. മാതൃഭാഷ അമൃത് പോലെ മധുരമുള്ളതാണ്. സ്വന്തം ഭാഷയിൽ നാം കേൾക്കുന്ന കാര്യങ്ങൾ വെറുതെ കാതിലൂടെ പോവുകയല്ല, മറിച്ച് ഹൃദയത്തിലേക്ക് തേനപ്പുള്ളികൾ പോലെയാണ് അലിഞ്ഞിറങ്ങുന്നത്. എന്നാൽ വിദേശഭാഷകളോ, അവ പുറമേ നിന്ന് തിളങ്ങുന്ന വെറും മുത്തുമണികൾ മാത്രമാണ്. അവ ഒരിക്കലും ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്കെത്തുന്നില്ല. ജീവിത വിജയത്തിന് അന്യഭാഷകൾ അനിവാര്യമായിരിക്കാം, പക്ഷേ നമ്മുടെ ആത്മാവിനോട് സംവദിക്കാൻ നമ്മുടെ മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയൂ. വൈകാരികമായ തലത്തിൽ നിന്ന് മാറി വിദ്യാഭ്യാസപരമായി ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെയാണ് പ്രായോഗികമാകുന്നത് എന്ന് നോക്കാം. വള്ളത്തോൾ വളരെ കൃത്യമായൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എത്ര സങ്കീർണമായ ശാസ്ത്രമായാലും വേദമായാലും കാവ്യമായാലും അത് നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ സ്വന്തം ഭാഷയിലൂടെ കേൾക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. ആ ആശയങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നത് മാതൃഭാഷയിലൂടെ ഗ്രഹിക്കുമ്പോൾ മാത്രമാണ്. വളരെ സങ്കീർണമായ ആശയങ്ങൾ പോലും വളരെ ലളിതമായി ഉൾക്കൊള്ളാൻ മാതൃഭാഷ പഠനം നമ്മെ സഹായിക്കുന്നു. ഇതൊരു വെറും കാൽപ്പനികമായ ആശയമല്ല കേട്ടോ. ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു വിദ്യാഭ്യാസ തത്വമാണിത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ തന്നെ ഇതിനൊരു വലിയ ഉദാഹരണമാണ്. വിദേശഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമാണെന്നും അതിനായി അവർ വലിയ വില കൊടുക്കേണ്ടി വരുന്നുവെന്നുമാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. മാതൃഭാഷയിലൂടെയുള്ള പഠനമാണ് ഏറ്റവും മികച്ചതെന്ന സത്യം ഇവിടെ അടിവരയിടപ്പെടുന്നു. ഇത് ശരിക്കും നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. സ്വന്തം ഭാഷയിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിൽ വിവർത്തനം ചെയ്യേണ്ടി വരുന്ന ആ ഒരു അധിക ഭാരമുണ്ടാവുന്നില്ല. അറിവിനെ അതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നു. വളരെ സ്വാഭാവികമായും യാതൊരു സ്ട്രെസ്സുമില്ലാതെ കൂടുതൽ സന്തോഷത്തോടെ അവർ പഠിച്ചു വളരുന്നത് ഇതുകൊണ്ടാണ്. ശരി, ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ഭാഷയോട് നമുക്കുള്ള കടമ എന്താണ്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ നാടിന് വളരെ സമ്പന്നമായൊരു വിജ്ഞാന പാരമ്പര്യമുണ്ട്. മലയാള ഭാഷയുടെ മുറ്റത്ത് വിജ്ഞാനമന്വേഷിച്ചു വരുന്നവർക്ക് വേണ്ടുവോളം അറിവുകൾ പകർന്നു നൽകുന്നവരാണ് നമ്മൾ എന്ന് കവി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ വലിയ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുക എന്ന് തന്നെയാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഭാഷയെ ആദരിക്കാൻ നമ്മൾ ചില നല്ല ചുവടുവെപ്പുകൾ ഇതിനകം നടത്തിയിട്ടുണ്ട് കേട്ടോ. ലോക ക്ലാസിക്കുകൾ ഉൾപ്പെടെ ധാരാളം അന്യഭാഷാ കൃതികൾ നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ചതും വളരെ അഭിമാനകരമായൊരു നേട്ടമാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം നമ്മുടെ കടമ അവസാനിക്കുന്നില്ല. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ആ കാര്യം വരുന്നത്. നമ്മൾ, പ്രത്യേകിച്ചും പുതിയ തലമുറ, അലസത മാറ്റിവെച്ച് ഭാഷയ്ക്കായി കഠിനാധ്വാനം ചെയ്യണം എന്നാണ് കവി ആഹ്വാനം ചെയ്യുന്നത്. ആധുനിക ശാസ്ത്രത്തിനും പുതിയ ടെക്നോളജികൾക്കുമനുസരിച്ച് മലയാളത്തെ നമ്മൾ സജ്ജമാക്കണം. അതുപോലെ മലയാളത്തിലുള്ള മികച്ച കൃതികൾ ലോകം മുഴുവൻ അറിയാൻ പാകത്തിൽ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യണം. നമ്മുടെ പദസമ്പത്ത് വിപുലീകരിക്കണം. ചുരുക്കത്തിൽ നമ്മൾ കുറച്ചധികം വർക്ക് ചെയ്യാനുണ്ട് എന്ന് സാരം. വള്ളത്തോളിന്റെ ഈ വരികളിലൂടെയുള്ള യാത്ര നമ്മെ കൊണ്ടെത്തിക്കുന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യത്തിലേക്കാണ്.
ഒരു ഭാഷ ശരിക്കും ജീവിക്കുന്നത് അത് സംസാരിക്കുന്ന നമ്മളിലൂടെ തന്നെയാണ്. അപ്പോൾ ആ ഭാഷയെ സംരക്ഷിക്കാനും അടുത്ത തലമുറയ്ക്ക് കൈമാറാനും നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ഇന്ന് എന്താണ് ചെയ്യുന്നത്? ഈ ഒരൊറ്റ ചോദ്യം നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. കൂടുതൽ ചിന്തിക്കാൻ ഈ വരികൾ നിങ്ങൾക്ക് ഒരു പ്രചോദനമാകട്ടെ. എപ്പോഴും ഓർക്കുക, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. നന്ദി.